ഹായ് ഓൾ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ തിയറി എടുക്കാം. ബിഹേവിയറൽ അപ്രോച്ചിലെ ഡഗ്ലസ് മാക്ഗ്രിഗറിൻ്റെ തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറയുന്ന തിയറിയാണ്. ഓക്കെ, ഇതിൽ മെഗ്രഗർ രണ്ട് തിയറി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ സൈഡ് ഓഫ് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലാണ് ഈ തിയറീസ് ആള് ഡീറ്റെയിൽ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പ് മനുഷ്യരുണ്ട്. നമ്മൾ ആ നേരത്തെ ഹെഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി പഠിച്ചല്ലോ, അതുപോലെയല്ല ഇതിൽ രണ്ടും വളരെ എന്താ പറയുക വ്യത്യാസമുണ്ട്. ഇത് രണ്ട് എക്സ് ആൻഡ് വൈ എന്നുള്ളതും മറ്റേത് ഹൈജീനും അതുപോലെ മോട്ടിവേറ്റേഴ്സും, ഹൈജീൻ സീക്കേഴ്സും മോട്ടിവേഷൻ സീക്കേഴ്സും. ഇതിൽ തിയറി എക്സ് ആൻഡ് വൈ. ഓക്കെ, എക്സിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, വൈയിൽ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഒരു മാനേജറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ളൊരു തിയറി കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ അതും മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ ശേഷി കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം തിയറി എക്സ് എന്താണെന്ന്. തിയറി എക്സ് assumes employees are inherently lazy, okay, and need constant supervision and control. Okay, അതുപോലെ തിയറി വൈ assumes employees are intrinsically motivated, capable of self direction and enjoy responsibility. തിയറി എക്സിൽ പറയുന്നത്, തിയറി എക്സിലെ എംപ്ലോയീസിനെ വളരെ നെഗറ്റീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവർ വളരെ ലേസിയാണ്. അതുപോലെ കോൺസ്റ്റന്റ് സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്തുള്ളൂ എന്നൊരു പ്രീ അസംഷനാണ്. ഓക്കെ, ഇത് മാനേജേഴ്സിൻ്റെ ഒരു പ്രീ അസംഷനാണ്. അതേപോലെ തന്നെ തിയറി വൈയിൽ ഇതേപോലെ തന്നെ ഒരു പ്രീ അസംഷൻ അത് അസ്യൂം ചെയ്യാണ്. എംപ്ലോയീസ് ആർ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ്, കേപ്പബിൾ ഓഫ് സെൽഫ് ഡിറക്ഷൻ ആൻഡ് എൻജോയ് റെസ്പോൺസിബിലിറ്റി. അവർ സ്വന്തം നമ്മളൊരു വർക്ക് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വയം ചെയ്തോളും. അത് അവർ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഡിറക്റ്റീവായിട്ട് അത് ചെയ്തോളും. എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യുന്നവരാണ് എംപ്ലോയീസ് എന്നുള്ള മുൻധാരണയിലാണ് ആ തിയറി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഇലാബറേറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് നോക്കാം. ദ ആവറേജ്, ഓക്കെ, നമ്മൾ തിയറി എക്സ് ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്യാണ്. തിയറി എക്സിലെ എംപ്ലോയീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് കൂടുതലായിട്ട് നമ്മൾ ഇലാബറേറ്റ് ചെയ്യാണ്. ദ ആവറേജ് പേഴ്സൺ ഈസ് ലേസി ആൻഡ് വർക്ക്സ് ആസ് ലിറ്റിൽ ആസ് പോസിബിൾ. ഒരു വ്യക്തി എങ്ങനെയൊക്കെ വർക്ക് ഒഴിവാക്കാൻ നോക്കും, അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ നോക്കും. വളരെ ലേസിയാണ്. എത്രയും കുറവ് വർക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, പീപ്പിൾ ലാക്ക് ആംബിഷൻ, ഡിസ്ലൈക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിഫർ ടു ബി ലെഡ്. വലിയ ആഗ്രഹങ്ങൾ, അതായത് വലിയൊരു ലീഡർഷിപ്പിലേക്ക് എത്തണമെന്നോ അല്ലെങ്കിൽ വലിയ ടാസ്കുകൾ അക്കംപ്ലിഷ് ചെയ്യണമെന്നോ ഒക്കെയുള്ള ആംബിഷൻ ഇല്ലാത്ത ആൾക്കാരാണ്. അവർ ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുക, അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ള രീതിയിലായിരിക്കും വ്യക്തികൾ എന്നുള്ള ഒരു അസംഷനാണത്. അതുപോലെ തന്നെ പീപ്പിൾ ആർ ഇൻഹറൻ്റ്ലി സെൽഫ് സെൻറ്റേർഡ് ആൻഡ് ഇൻഡിഫറൻറ്റ് ടു ദ ഓർഗനൈസേഷണൽ നീഡ്സ്. നമ്മൾ ജോലിക്ക് പോകുന്നതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള 100 കാരണങ്ങളുണ്ട് അല്ലേ. നമുക്ക് അതിൻ്റെ നെസസിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, അവരെന്ത് അച്ചീവ് ചെയ്യുന്നു, അതിലൊന്നും നമുക്ക് യാതൊരു വിധ താല്പര്യവും ഇല്ലെന്ന് മാത്രമല്ല, അതിനോടൊക്കെ എന്താ പറയുക, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കുകയും ചെയ്യും എംപ്ലോയീസ്. ഇതാണ് അടുത്ത അസംഷൻ. അടുത്തത് പീപ്പിൾ ആർ റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു കാര്യം പഠിച്ചു, അതിലുമായിട്ടുള്ള ചലഞ്ചസ് മുഴുവൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെങ്ങനെ ഓവർകം ചെയ്യുന്നത് നമ്മൾ പേഴ്സണലി നമ്മൾ അക്വയർ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് വളരെ ഉപകാരപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് കൂടുതൽ ഇനി വലിയ വലിയ എക്സ്പീരിയൻസിൽ, ചലഞ്ചസിൽ, അതുപോലെ കൂടുതൽ ലേണിങ്സ്, ഇതിലൊന്നും താല്പര്യമില്ല. ഓക്കെ, ജോലി വരുന്നു, അപ്പോൾ എന്നും ചെയ്യുന്ന ജോലിയാണെങ്കിൽ അത് വീണ്ടും ചെയ്തു പോകാം. ഓക്കെ, ചേഞ്ചസിനോട് വളരെ റെസിസ്റ്റൻ്റ് ആയിരിക്കും. മോസ്റ്റ് പീപ്പിൾ ആർ ഗള്ളിബിൾ ആൻഡ് സ്റ്റുപ്പിഡ്. ഇത് പോലെ പീപ്പിൾസ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നവരാണ്, വിഡ്ഢികളാണ് എന്നൊക്കെയുള്ള അസംഷൻസ് ആണ്. ഈ അസംഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി പഠിക്കേണ്ടത്, ഈ അസംഷൻസ് ആക്ച്വലി വെറും അസംഷൻസ് അല്ല, ക്ലാസിക്കൽ തിയറീസിൻ്റെ അസംഷൻസ് ആണ് ഇതിൽ പറയുന്നില്ലെങ്കിൽ കൂടി. ഓക്കെ, കാരണം എന്താ,
ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ ആ സൂപ്പർവൈസേഴ്സിന് ആണ് വലിയ റോള്, മാനേജേഴ്സിനാണ്, ഓർഗനൈസേഷനാണ് റോള്. ഹ്യൂമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന വർക്കേഴ്സിന് അവരെ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമില്ല. വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ലീഡർഷിപ്പാണ് പണ്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആ പണ്ടത്തെ അസംഷനാണ് ഇത്. ക്യാരക്ടറിസ്റ്റിക് തിയറി എന്ന് പറയുമല്ലോ, അതായത് ഇവരെ ജോബിൽ സാലറി കാണിക്കുക, അല്ലെങ്കിൽ പിരിച്ചുവിടുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് ജോലി ചെയ്യിക്കുക, മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ എന്താ പറയാ ഇൻസെന്റീവ് തരില്ലെന്ന് പറയാം. അത്തരത്തില് ആ ഒരു സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പാണ് ക്ലാസിക്കൽ അപ്രോച്ച് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അവർ ഇതിൽ ഹ്യൂമൻ ആസ്പെക്റ്റിനെ കുറിച്ച് പഠിക്കുകയോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് തിയറീസ് ഡെവലപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് കാണാൻ പറ്റില്ല ഇത് ഏത് തരത്തിലുള്ള ആൾക്കാരെ അസംഷനാണ് പീപ്പിൾ എക്സ് എന്നുള്ളത്, തിയറി എക്സ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഡഗ്ലസ് മാക്ഗ്രിഗർ പറയുന്നത് ഈ തിയറി ഇപ്പൊ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല പറയുന്നത്, ഈ തിയറിയും കൂടി മനസ്സിലുണ്ടായിരിക്കണം അടുത്ത വൈ തിയറി നമ്മൾ എടുക്കുമ്പോൾ. കാരണം ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് തിയറി എന്നുള്ളത് ഇപ്പോഴും വളരെ റിലവൻ്റ് ആണ്. ഒരു വ്യക്തിയെ നമ്മൾ സാലറി കട്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വളരെ എന്താ പറയാ ജാഗ്രതയോട് കൂടിയിട്ട് വളരെ വിജിലൻ്റ് ആയിട്ട് ആ ജോലി ചെയ്യും. കാരണം അന്ന് കട്ട് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം നിങ്ങൾ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാണ്, നമ്മൾ ഒരു വലിയൊരു ഓർഗനൈസേഷനിലെ ഭാഗമാണ് താങ്കൾക്കും അതിൻ്റെതായ പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ അയാളെ മോട്ടിവേറ്റ് ചെയ്ത് താങ്കൾ ശ്രദ്ധിക്കേണ്ടതാണ്, എനിക്കറിയാം താങ്കൾ വലിയ പക്വത മെച്യൂരിറ്റി ഉള്ള ആളാണ്, ഇതിലൊന്നും തെറ്റുവരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ചെയ്യുന്ന ഒരു വർക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ബോറിംഗ് ആയിട്ട് ഒരു വർക്ക് സംബന്ധിച്ചിടത്തോളം അയാൾ അതിൽ മോട്ടിവേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ തിയറി എക്സ് ഒരുപോലെ റിലവൻ്റ് ആണ്. എന്നാൽ നിങ്ങൾ തിയറി എക്സ് മാത്രം വെച്ച് നിങ്ങൾ മാനേജ് ചെയ്താൽ എങ്ങനെ ഇരിക്കും അവസ്ഥ? അതൊക്കെ ഒരു 100 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നത്തെ ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ പുതിയ തിയറി എടുക്കുന്നത്, ഓൾമോസ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തിയറി വൈ. അതിൽ പറയുന്നത് പീപ്പിൾ ആർ നോട്ട് ബൈ നേച്ചർ റെസിസ്റ്റന്റ് ടു ദ ഓർഗനൈസേഷൻ നീഡ്സ്. പീപ്പിൾ അങ്ങനെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിനെ ഗോൾസിനെ ഒക്കെ എതിര് നിൽക്കുന്ന ആൾക്കാരോ അതിനോട് വിപ്രബുദ്ധിയുള്ള ആൾക്കാരല്ല. അവര് അതിനോട് കംപ്ലൈ ചെയ്യാനോ അതിനോട് ഒരുമിച്ച് പോവാനും സാധിക്കുന്ന മനസ്ഥിതിയുള്ള വ്യക്തികളാണ്. ഓക്കെ, പീപ്പിൾ ഹാവ് ലേറ്റന്റ് കപ്പാസിറ്റി ടു ഡെവലപ്പ് ആൻഡ് അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി. ഈ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും അതിൻ്റെ എന്താ പറയുക ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ഓക്കെ, പീപ്പിൾ ക്യാൻ ബി മോട്ടിവേറ്റഡ് ടുവേർഡ്സ് മാനേജ്മെന്റ് ഗോൾസ്. വ്യക്തിപരമായിട്ട് നമുക്ക് എന്ത് മോട്ടിവേഷൻ, നേരത്തെ പറഞ്ഞല്ലോ കുറെ മോട്ടിവേഷൻ തിയറീസ്, വ്യക്തിപരമായിട്ട് ഇവർക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ മാനേജ്മെന്റ് ഗോൾസിനോട് കൂടി ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അവർ അതിനു വേണ്ടിയും വർക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ എന്തിനു വർക്ക് ചെയ്യാം? നമുക്ക് വളരെ സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തികളാണ് ഹ്യൂമൻസ്. ഓക്കെ, ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ വളരെ സെൽഫിഷാണ്. ഇത് ഒഴിവാക്കി എന്തിന് ഓർഗനൈസേഷന് ചെയ്യണം എന്നുള്ളതാണ് തിയറി എക്സ്. എന്നാൽ തിയറി വൈ പറയുന്നത് അങ്ങനെയല്ല. ഓക്കെ, വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ഒരു എന്താ പറയുക ഓർഗനൈസേഷൻ, ഒരു സോഷ്യൽ, ഒരു വലിയ ബ്രോഡർ പെർസ്പെക്റ്റീവിലുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് വ്യക്തികൾ എന്നുള്ള ഒരു മുൻധാരണ അതിൽ കൊടുക്കുകയാണ്. ഓക്കെ, മാനേജ്മെന്റ് മസ്റ്റ് അറേഞ്ച് മാറ്റേഴ്സ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ അച്ചീവ് ദെയർ ഗോൾസ് ത്രൂ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇത് മാനേജ്മെന്റ് അതിന്റെ മാറ്റേഴ്സ് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ മതി. പീപ്പിൾ എന്താ പറയുക ഓർഗനൈസേഷൻ മെമ്പേഴ്സിന് അവർക്ക് ഈ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഈ 2 അസംഷൻസ്. ഇനി ഈ 2 അസംഷൻസും ഇംപ്ലിമെന്റേഷൻ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് വരുന്നത് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ പ്ലാനിങ്ങില്, ലീഡിങ്ങില്, കൺട്രോളിങ്ങില് എങ്ങനെയാണ് ഈ തിയറീസ് ഇവരെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള വ്യക്തികളെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ തിയറി എക്സ് എന്നുള്ള രീതിയിൽ 100% കംപ്ലീറ്റ്ലി തിയറി എക്സ് മെത്തേഡിൽ ആയിരിക്കില്ല ഒരു സ്ഥലത്തും സൂപ്പർവിഷൻ. ഓക്കെ, അതേപോലെ തന്നെ വളരെ ഔദാര്യപൂർവ്വം
തിയറി വൈയിലും ആയിരിക്കില്ല മാനേജ്മെന്റിന്റെ സൂപ്പർവിഷൻ. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും ഒരു മിക്സിംഗ് ആയിരിക്കും. ആ മിക്സിംഗ് എങ്ങനെ വരണം എന്നുള്ളത് ഒരു സൂപ്പർവൈസർ അല്ലെ മാനേജർ കോളാണ്, അങ്ങനെ മാനേജ്മെന്റിന്റെ കോളാണ്. അതെങ്ങനെ അവർ ആ രീതിയിൽ എടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആ സമയത്തെ ആ രീതി, അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഓക്കെ, അത് ഏത് തരത്തിലാണ് നമ്മൾ വളരെ പ്യുവർ ആയിട്ടുള്ള തിയറി എക്സിന്റെ ഇംപ്ലിക്കേഷനും തിയറി വൈയുടെ ഇംപ്ലിക്കേഷനാണ് പഠിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും റിയൽ ടൈമിൽ ഒറിജിനലി ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ, പ്ലാനിങ്ങിൽ സുപ്പീരിയർ സെറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇത് തിയറി എക്സൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പീപ്പിൾ ഡിസ്ലൈക്ക് വർക്ക്, പീപ്പിൾ മസ്റ്റ് ബി ഫോഴ്സ്ഡ് ടു വർക്ക്, പീപ്പിൾ ഡു നോട്ട് വില്ലിംഗ്ലി അസ്യൂം റെസ്പോൺസിബിലിറ്റി. അത്തരത്തിലാണ് പീപ്പിൾ എക്സ് ഉള്ളത്. അപ്പോൾ അവരെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? സൂപ്പർവൈസർ സെറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ഫോർ സബോർഡിനേറ്റ്. സൂപ്പർവൈസറാണ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത് സബോർഡിനേറ്റിന് വേണ്ടി. ഓക്കെ, theory why people like work, people work best under self direction, people like to assume responsibility. Okay, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യും? സൂപ്പർവൈസർ ആൻഡ് സബോർഡിനേറ്റ് സെറ്റ് ഒബ്ജക്റ്റീവ്സ് ജോയിന്റ്ലി. ഓക്കെ, ഇവിടെ സബോർഡിനേറ്റ്സിനെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ ജോയിന്റ്ലി ആണ് ഈ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, there is little participation by subordinates in setting objectives and developing plans. Few alternatives are explored. അതായത് ഒരു ഒബ്ജക്റ്റീവ്സും ഡെവലപ്പിംഗ് പ്ലാൻസിലും സബോർഡിനേറ്റ്സിന്റെ പാർട്ടിസിപ്പേഷൻ ചിലപ്പോൾ ഉണ്ടാവുകയില്ല. ഓക്കെ, അതേപോലെ തന്നെ എത്രത്തോളം പ്ലാനിങ്, ഫ്യൂ ഓൾട്ടർനേറ്റീവ്സ് ആർ എക്സ്പ്ലോർഡ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് കമ്പനിക്ക് വളരെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അത് മാത്രമേ അവർ സെലക്ട് ചെയ്ത് എടുക്കുകയുള്ളൂ. അത് സബോർഡിനേറ്റിനോട് കൺസൾട്ട് ചെയ്യുക പോലും ഇല്ല. ഓക്കെ, ദർ ഇസ് ഇനി തിയറി വൈയിൽ നോക്കുക, there is a great deal of participation by subordinates in setting objectives and developing plans. Many alternatives are explored. ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ ഏതാണ് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ എടുക്കും. ഓക്കെ, അത് എന്തിനാണ് കൂടുതൽ ഓപ്ഷൻ എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ ഈ സബോർഡിനേറ്റ്സിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, അവരുടെ കൂടി ബെനിഫിറ്റ് കൂടി കണക്കിലെടുക്കുന്നതുകൊണ്ടാണ് ഈ മെനി ഓൾട്ടർനേറ്റീവ്സ് വരുന്നത്. ദർ ഇസ് ലോ കമ്മിറ്റ്മെന്റ് ടു ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാൻസ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കും അല്ലെ, ലോ കമ്മിറ്റ്മെന്റ് ആയിരിക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ദർ ഇസ് ഹൈ കമ്മിറ്റ്മെന്റ് ടു ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാൻസ്. ഓക്കെ, കമ്മിറ്റ്മെന്റ് കൂടുതലായിരിക്കും. കാരണം ഇപ്പുറത്ത് മാനേജ്മെന്റ് സെറ്റ് ചെയ്യുന്നു, മാനേജ്മെന്റ് എൻഫോഴ്സ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ എന്ത് കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ നിങ്ങൾക്ക് കിട്ടുക? സാധ്യതയില്ല അല്ലേ. ഓക്കെ, അടുത്തത് ലീഡിങ് നോക്കിയേക്കാം. ലീഡർഷിപ്പ് ഈസ് ഓട്ടോക്രാറ്റിക് ബേസ്ഡ് ഓൺ അതോറിറ്റി ഓൺലി. ഈ ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമ്മൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് സ്വന്തം ഡിസ്ക്രിപ്ഷനിലനുസരിച്ച് യാതൊരുവിധ കൺസൾട്ടേഷനും ഇല്ലാതെ, അത് മാത്രമല്ല വളരെ എന്താ പറയാ, വളരെ സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ആയിരിക്കും. ലീഡർഷിപ്പ് ഈസ് ഓട്ടോക്രാറ്റിക് ബേസ്ഡ് ഓൺ അതോറിറ്റി ഓൺലി. ലീഡർഷിപ്പ് ഈസ് പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് ടീം വർക്ക് ഈസ് ബേസ്ഡ് ഓൺ കോമ്പിറ്റൻസ്. ഓക്കെ, അടുത്തത്, പീപ്പിൾ ഫോളോ ഓർഡേഴ്സ് ബട്ട് ഹിഡൻ റെസിസ്റ്റൻസ് ആൻഡ് മിസ്ട്രസ്റ്റ് എക്സിസ്റ്റ്. അത്ര ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ ലീഡർ പറഞ്ഞ ഓർഡർ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് എവിഡന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പല സംഭവങ്ങളുണ്ടല്ലോ. നമ്മൾ ബ്യൂറോക്രസിയിൽ പഠിച്ചു, ഒരു ഓർഡർ അതോറിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ഇത് എക്സിസ്റ്റ് ചെയ്യാനു എന്നുള്ള ഒരു എവിഡൻസ് വേണ്ടേ? പീപ്പിൾ അത് എന്താ പറയുക, ഓർഡർ ഫോളോ ചെയ്യുന്നു എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് കിട്ടണം. അപ്പം അത്തരത്തിലുള്ള എവിഡൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ലീഡർഷിപ്പിന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഓർഡേഴ്സ് എന്തായാലും ഫോളോ ചെയ്യും. ഓക്കെ, ബട്ട് ഹിഡൻ റെസിസ്റ്റൻസ് അത് പരമാവധി ഒഴിവാക്കാനും ഉള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു മിസ്ട്രസ്റ്റ് ഉണ്ടായിരിക്കും. പീപ്പിൾ സീക്ക് റെസ്പോൺസിബിലിറ്റി, ഫീൽ അക്കൗണ്ടബിൾ ആൻഡ് ആർ കമ്മിറ്റഡ് ടു ദ പെർഫോമൻസ്. ഓക്കെ, അടുത്തത്, കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ വേ ടോപ്പ് ടു ഡൗൺ വിത്ത് ലിറ്റിൽ ഫീഡ്ബാക്ക്. ഇൻഫർമേഷൻ ഫ്ലോ ഈസ് ലിമിറ്റഡ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ വേ. ടോപ്പിൽ നിന്ന് താഴെ പറയുന്നത് അനുസരിക്കാനുള്ള ഓർഡേഴ്സ് മാത്രമാണ് കൊടുക്കുന്നത്.
വിത്ത് ലിറ്റിൽ ഫീഡ്ബാക്ക്. ഓക്കെ, ഈ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്കലേഷൻ കൂടിയാണ് കേട്ടോ. മാനേജ്മെന്റിൽ പൊതുവെ വലിയ വലിയ കമ്പനികളിൽ ഇപ്പോൾ നിങ്ങൾക്ക് സൂപ്പർവൈസേഴ്സ് എന്തായാലും ഡയറക്റ്റീവ്സ് മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റോങ് ആയിട്ടാണ് അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്, ഓൾവേസ് യു ഹാവ് എ ഓപ്ഷൻ ടു എസ്കലേഷൻ. ഓക്കെ, എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതൊരു നമുക്ക് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, ഇത്തരത്തിലുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം പ്രോപ്പർലി ആയിരിക്കില്ല ഈ ഓട്ടോക്രാറ്റിക് സിസ്റ്റത്തിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലൊരു സൂപ്പർവൈസറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ അവരെ അലോ ചെയ്യില്ല. ഓക്കെ, പറയുന്നത് എന്താണോ അതനുസരിക്കുക എന്ന് തന്നെയായിരിക്കും ചിലപ്പോൾ മുകളിൽ ഇയാളുടെ സെക്കൻഡ് ലെവൽ മാനേജർ പോലും അത് പറയുന്നത് ഉണ്ടായിരിക്കുക. ഓക്കെ, നേരെ തിരിച്ചുവിടെ നോക്കും. കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടു വേ വിത്ത് ഗ്രേറ്റ് ഡീൽ ഓഫ് ഫീഡ്ബാക്ക്. നെസസറി ഇൻഫോർമേഷൻ ഫ്ലോസ് ഫ്രീലി. എന്തൊരു തീരുമാനം എടുത്തു, അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്, എന്തുകൊണ്ടായിരിക്കും ആ തീരുമാനം എടുത്തത്, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓർഗനൈസേഷനിലെ ലോവർ ലെവലിൽ വരെ എത്തും. ഓക്കെ, മറ്റേത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ന തീരുമാനം വന്നു, അത് എന്തുകൊണ്ടാണ് ഓർഗനൈസേഷൻ എടുത്തത്, എന്തിനാണ് നമ്മൾ കംപ്ലൈ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇൻഫർമേഷൻ ഒന്നും അങ്ങനെ ഫ്ലോ ചെയ്യില്ല. അത് എന്താ പറയുക, അത്തരത്തിലുള്ള ഒരു ആവശ്യമില്ലല്ലോ. കാരണം ഈ വ്യക്തികളെ എന്ത് ആറ്റിറ്റ്യൂഡാണ് എംപ്ലോയീസിന് ഉള്ളതെന്ന് നമ്മൾ തിയറി എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് കൺട്രോളിങ് ആൻഡ് അപ്രൈസിങ്. കൺട്രോൾ ഈസ് എക്സ്റ്റേണൽ ആൻഡ് റിജിഡ്. വളരെ എക്സ്റ്റേണൽ ആയിട്ടുള്ളതായിരിക്കും, റിജിഡ് ആയിരിക്കും. കൺട്രോൾ ഈസ് ഇന്റേണൽ ആൻഡ് ബേസ്ഡ് ഓൺ സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോളിലെ ബേസ് ചെയ്തിരിക്കും. മറ്റേ ഇതില് പറയില്ലേ, ശ്രദ്ധിക്കണ്ടേ അമ്പാനെ, അപ്പൊ ശ്രദ്ധിച്ചോളാം എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ഒരു കൺട്രോളാണ് തിയറി വൈല്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കില്ലേ, നിങ്ങൾ ചെയ്തു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ മെക്കാനിസം ഉണ്ടായിരിക്കും, പണിഷ്മെന്റ് ഉണ്ടായിരിക്കും, അത്തരത്തിലുള്ളതായിരിക്കും ഇത്. ഓക്കെ, സുപ്പീരിയർ ആക്ട്സ് ആസ് എ ജഡ്ജ് പോലെ ആക്ട് ചെയ്യും തിയറി എക്സിൽ. ഇത് സുപ്പീരിയർ ആക്ട് ആസ് എ കോച്ച് ആയിട്ട്. കോച്ചിങ്ങിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്സ് ആർ അലൗഡ്. ഓക്കെ, നിങ്ങളൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോച്ച് അതിനെ നീ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അത്തരത്തിലുള്ള കോച്ചിങ് മിസ്റ്റേക്സ് അലൗഡ് ആണ്. ആക്ച്വലി അത് മിസ്റ്റേക്സ് താല്പര്യം ഉണ്ടായിട്ടല്ല അത് അലൗഡ് ആവുന്നത്, അങ്ങനെ ആയാലും അതിനെ തിരുത്തി വിടുന്നതാണ് കോച്ച്. പക്ഷെ ജഡ്ജ് എങ്ങനെയാണ്, ജഡ്ജ് ജസ്റ്റ് ജഡ്ജ് ചെയ്യാനാണ് ഇരിക്കുന്നത്. അല്ല, ഓക്കെ, നീ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ എന്നാ, അല്ലെങ്കിൽ നീ തെറ്റ് ചെയ്തു പറഞ്ഞാൽ അതൊരു ഹ്യൂമിലിയേഷൻ തന്നെയാണ്, അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ ജഡ്ജും കോച്ചും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ട്. ദർ ഇസ് എ ലോ ട്രസ്റ്റ് ഇൻ അപ്രൈസൽ. അപ്രൈസൽ വളരെ ലോ ട്രസ്റ്റ് ആണ്, എന്നാൽ ഹൈ ട്രസ്റ്റ്, വലിയ വിശ്വാസ്യതയിലാണ് നമ്മൾ ഒരു ഇതില് ഇവർ അപ്രൈസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇത്രയേ ഉള്ളൂ. ഫോക്കസ് ഓൺ ദ പാസ്റ്റ് വിത്ത് എംഫസിസ് ഓൺ ഫോൾട്ട് ഫൈൻഡിങ്. നമ്മൾ മീൻസ് പഴയ കാലത്ത് എന്തൊക്കെ ചെയ്തു, അതിൽ തെറ്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഫോക്കസ് ചെയ്തിട്ടോ, നീ അന്ന് ഇത് ചെയ്തില്ലേ, നീ നീ ഇപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഒരു ഫോക്കസ് ആണ്, പാസ്റ്റിലാണ് ഫോക്കസ്. അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ ഡേറ്റ കംപ്ലീറ്റ് മാനേജേഴ്സ് റിമെമ്പർ ചെയ്യും. 1 കൊല്ലം മുമ്പാണെങ്കിലും 2 കൊല്ലം മുമ്പാണെങ്കിലും അത് ആ സമയത്ത് അയാളോട് പറയും, നീ ഇത് ചെയ്തു, ഇപ്പൊ രണ്ടാമതും ഇതേപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ തിരിച്ചാണ്. ഓക്കെ, പീപ്പിൾ ലേൺ ഫ്രം ദ പാസ്റ്റ് ബട്ട് ഫോക്കസ് ഓൺ ദ ഫ്യൂച്ചർ. ഓക്കെ, ഇനി ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് ഫ്യൂച്ചർ. ഫീഡ് ഫോർവേഡ് കൺട്രോൾ എംഫസൈസ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, അപ്പൊ ഇതാണ് തിയറി എക്സ് ആൻഡ് വൈ. തിയറി എക്സ് ഒരു പഴയ ടൈപ്പ് അതോറിറ്റീവ് അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൽ പെടുന്നതാണ്. പക്ഷെ പിന്നീടുള്ള നമ്മൾ തന്നെ ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രോപ്പർ എഫിഷ്യൻ്റ് ആയിരിക്കില്ല, അത് എഫിഷ്യൻസി ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടാണ് ഈ തിയറി വൈയും കൂടി വരുന്നത്. ആ ഒരു അസംഷൻ എടുത്തുകൊണ്ട് ചെയ്യുന്നു. എന്നാൽ ഈ മഗ്രിഗർ തന്നെ പറയുന്നുണ്ട്, ഈ പ്രോപ്പർ വൈയിൽ നിങ്ങൾ പോവുകയാണെങ്കിലും അത് പ്രശ്നമാണ്. കാരണം തിയറി എക്സും വാലിഡ് ആണ്. ഓക്കെ, അത് കൃത്യമായിട്ടുള്ള ബാലൻസിങ്, ഒരു ലീനിങ് വേണമെങ്കിൽ തിയറി വൈയിൽ കൊടുത്തിട്ട് വേണം ലീഡർഷിപ്പിലുള്ള ആൾക്കാർ ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് ബിഹേവിയർ തിയറീസിലുള്ളത്.
ഇനി ഒരാൾ കൂടി ഉണ്ട്, വിക്ടർ വീറൂമിന്റെ എക്സ്പെക്റ്റൻസി ആൻഡ് വാലൻസി തിയറി. ഇത് നമ്മൾ മാനേജ്മെന്റിൽ എടുക്കാം. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ എടുക്കാം. നിങ്ങളൊന്ന് മറന്നു പോയിരുന്നാൽ മതി, ഞാൻ മറക്കില്ല. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഈ ഡിസ്കണക്ട് ആവുകയാണെങ്കിൽ, ഞാനുമായിട്ടുള്ള പഠനം ഡിസ്കണക്ട് ആവണമെങ്കിൽ മറക്കരുത്. വിക്ടർ വീറൂമിന്റെ കൂടി പഠിക്കാനുണ്ട്. ഞാൻ അത് കൂടുതൽ ഇനി കണ്ടിജൻസി തിയറി ഒക്കെ എടുക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ ഒരുപാട് തിയറീസായി ഈ അഡ്മിനിസ്ട്രേഷന്റെ അപ്രോച്ചിൽ. അപ്പൊ നമുക്ക് ഇതോട് കൂടിയിട്ട് നമുക്ക് തിയറീസ് നിർത്തിയിട്ട് നമുക്ക് ഓർഗനൈസേഷനെ കുറിച്ച് എടുക്കാം, പിന്നെ ലീഡർഷിപ്പിനെ കുറിച്ച് എടുക്കാം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ആ വിക്ടർ വീറൂമിന്റെയും അതുപോലെ കണ്ടിജൻസി തിയറിയും ഒക്കെ നമുക്ക് കുറച്ചെടുക്കാം. ഓക്കെ, ഇതിൽ ഒരുപാടുണ്ട്. നിങ്ങൾ മറ്റേ ഞാൻ ഗ്രൂപ്പിലിട്ട ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇത് വലിയൊരു പാടാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നു മാത്രം കോറായിട്ടാണ് എടുത്തത്. കൂടുതലായിട്ട് വായിക്കണം, കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയണം എന്നുള്ളവർ ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് വായിക്കുക. ഓക്കെ, ഇനി കൂടുതലായിട്ട് ഇതിൻ്റെ എക്സസൈസ് ലൈക്ക് പോൾസ് അതൊക്കെ നമുക്ക് ഇടാം. അതുപോലെ തന്നെ റിവിഷനും നമുക്ക് ചെയ്യാം. എനിക്ക് ശബ്ദം തീരെ സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എടുക്കാഞ്ഞത്. പക്ഷെ എനിക്ക് അടുത്ത ആഴ്ച ഒരുപാട് എന്താ പറയുക, എടുക്കാനുള്ള സാധ്യത കുറവാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ആഴ്ച കൂടി അത് ഒഴിവാക്കണമെന്ന് വിചാരിച്ചിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ഇതുവരെയുള്ളതെങ്കിലും ഒന്ന് റിവിഷൻ ചെയ്യാം. നമുക്ക് അടുത്ത വീക്കിൽ എന്തെങ്കിലും ഇതിൻ്റെ റിവിഷൻ ക്ലാസ് വെക്കാം. ഓക്കെ, താങ്ക് യു.